Good morning. Today's our topic is oxygen therapy in units. I'm Dr. Binesh Balachandran. I'm consultant neonatologist at Aster MIMS, Kottakkal. So welcome all. Coming to oxygen therapy. Oxygen therapy means when we are administrating oxygen at a concentration that is more than of room air, that is more than 21%. It is the most commonly used drug in neonatology, and make no mistake, oxygen is a drug. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മരുന്നിൻ്റെ പോലെയും അത് ഡോസ് വേണ്ട അളവിൽ കൊടുത്തില്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഡോസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവും. ഓക്സിജൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. Therefore, the topic needs a detailed description about, we will describe about interfaces, flow rate, saturation targets, etc. Coming to the indications, most common indication is central cyanosis. സെൻട്രൽ സൈനോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തും ചുണ്ടിൻ്റെ മുകളിലും നാവിൻ്റെ മുകളിലും ഒക്കെ സൈനോസിസ് അല്ലെങ്കിൽ ബ്യൂട്ടിസ്ലേഷൻ കാണുന്നത്. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പോക്സീമിയ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാച്ചുറേഷൻ നമ്മൾ SpO2 മോണിറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് 90% താഴെ വരുന്ന നമ്മൾ ഹൈപ്പോക്സി ആയിട്ട് എടുക്കും. ആൻഡ് എനി ബേബി വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടാക്കിപ്നിയ മാത്രമല്ല, 3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ടാക്കിപ്നിയ അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ്, രണ്ടാമത്തെ റിട്രാക്ഷൻസ്, അത് ഇൻട്രകോസ്റ്റലാവാം, സൂപ്രസ്റ്റൈനലാവാം, സബ്കോസ്റ്റലായിരിക്കും, നേസൽ ഫ്ലെയറിംഗ് ആവാം, പിന്നെ ഗ്രണ്ട്, എക്സ്പിറേറ്ററി ഗ്രണ്ട് നോയ്സ്. ഈ 3 ഏതെങ്കിലും 2 വേണം. അപ്പോഴാണ് നമ്മൾ അതിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുക. അതായത് സൈലൻറ്റ് ടാക്കിപ്നിയാണ്, റിട്രാക്ഷൻസും ഗ്രണ്ടും ഇല്ലെങ്കിൽ അത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ല. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രസ് ഉള്ള ബേബീസിന് അല്ലെങ്കിൽ സൈനോസ് അല്ലെങ്കിൽ ഹൈപ്പോക്സിയുള്ള ബേബീസിന് നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യും. ഓക്സിജൻ്റെ സോഴ്സ് ബെസ്റ്റ് ഓൾവേസ് സെൻട്രൽ പൈപ്ഡ് ഗ്യാസസ് ആണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് അൺഇൻറ്റർപ്റ്റഡ് സപ്ലൈ കിട്ടും. സിലിണ്ടേഴ്സ് ലോ കോസ്റ്റ് ആണ്, സ്മോളർ സെറ്റപ്സിൽ ഐഡിയലാണ്, ബാക്കപ്പ് ആയിട്ട് ഐഡിയലാണ്. ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ഉണ്ട്, അതൊരു 50% to 95% ഓക്സിജൻ ഡെലിവറി ചെയ്യും. അത് കുറച്ച് വേരിയിങ് ആണ്. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് പവർ സപ്ലൈ വേണം, റെഗുലർ മെയിൻ്റെനൻസ് ആവശ്യമുണ്ട്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓക്സിജൻ്റെ കോൺസെൻട്രേഷനായി നമ്മൾ FiO2 എന്ന് പറയും. അത് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ വേ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ്. ബ്ലെൻഡറിൽ നമുക്കൊരു നോബ് അത് കൂട്ടുക കുറയ്ക്കുക ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് FiO2 21% മുതൽ 100 വരെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതല്ലെങ്കിൽ വെഞ്ചൂരിയ നമ്മൾ ജനറലി യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ആൻഡ് ഓക്സിജൻ 2 ഫ്ലോ മീറ്റർ വെച്ചിട്ട് 2 TPC വഴി മാനുവലി നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതിന് കുറച്ച് ഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ എത്ര ഫ്ലോ ആണ് എയർ, എത്ര ഫ്ലോ ആണ് ഓക്സിജൻ എന്നനുസരിച്ചിട്ട് അൾട്ടിമേറ്റ് FiO2 ബേബിക്ക് ഓക്സിജൻ കോൺസെൻട്രേഷൻ ബേബിക്ക് കിട്ടുന്നത് വാരി ചെയ്യും. അതിന് ടേബിൾസ് ഉണ്ട് വേണമെങ്കിൽ. ഇതൊരു എക്സാമ്പിൾ ഇങ്ങനത്തെ ടേബിളാണ്. ഇത് എയറിൻ്റെ കോൺസെൻട്രേഷൻ, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ. അതായത് 1 ലിറ്റർ എയറും 0 ലിറ്റർ എയറും ആണെങ്കിൽ 100% ഓക്സിജൻ ആയിരിക്കും. 2 ലിറ്റർ എയറും 2 ലിറ്റർ ഓക്സിജനും ആണെങ്കിൽ അറൗണ്ട് 60%, 50 and 60% ഓക്സിജൻ കിട്ടും. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇറ്റ്സ് നോട്ട് ആബ്സല്യൂട്ട്ലി ആക്യുറേറ്റ്. മെത്തേഡ്സ് ഓഫ് ഡെലിവറിയാണ് നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലി മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനി മെത്തേഡ് ഓഫ് ഡെലിവറി, ഓക്സിജൻ ഡെലിവറി ടു എ ന്യൂ ബോൺ ഷുഡ് ബി സേഫ്, സിമ്പിൾ, എഫക്റ്റീവ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്. പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് നോൺ ഇൻവേസീവ് ആൻഡ് സെമി ഇൻവേസീവ് എന്ന് പറയാം. നോൺ ഇൻവേസീവ് എന്ന് വെച്ചാൽ നമ്മൾ ബേബീനെ പ്രാക്ടിക്കലി ടച്ച് ചെയ്യുന്നില്ല. അതായത് ഫേസ് മാസ്ക്, ഹെഡ് ബോക്സ്, ഇൻക്യുബേറ്റർ ഓക്സിജൻ, ടെൻറ്റ് ഓക്സിജൻ, എക്സെട്ര. അതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈ ഫ്ലോ ഓഫ് ഓക്സിജൻ നമുക്ക് ആവശ്യം വരും. സെമി ഇൻവേസീവ് ആണ് നമ്മൾ നേസൽ പ്രോങ്സ്, നേസൽ കത്തീറ്റർ ഒക്കെ. അത് ജനറലി ലോ ഫ്ലോ മാത്രമേ ആവശ്യം വരുള്ളൂ. ഈ സെമി ഇൻവേസീവ് മെത്തേഡ്സ്, എസ്പെഷ്യലി നേസൽ കത്തീറ്റർ, നേസൽ പ്രോങ്സ് ഒക്കെ എപ്പോഴും ഒരു പീപ്പ് പ്രൊഡ്യൂസ് ചെയ്യും, PEP, അതായത് പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. അതാണ് നമ്മൾ അത് നിയർലി CPAP-നോട് താരതമ്യം ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഈ PEP എപ്പോഴും ബെനിഫിഷ്യലാണ്, എസ്പെഷ്യലി പ്രീ ടൈം ബേബീസ് ആണ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ട്, ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉള്ള ബേബീസിന് PEP എപ്പോഴും ഒരു ബെനിഫിഷ്യലാണ്. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് സെമി ഇൻവേസീവ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. സെയിം നിങ്ങളതിനെ ഈ ക്ലാസിഫിക്കേഷനെ ലോ ഫ്ലോ ഡിവൈസസ്, ഹൈ ഫ്ലോ ഡിവൈസസ് ക്ലാസിഫൈ ചെയ്യും. അത് കുറച്ചുകൂടി കോമൺലി യൂസ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ലോ ഫ്ലോ ഡിവൈസസിൽ നമുക്ക് ഓക്സിജൻ ഫ്ലോ കുറച്ചു മതി. അത് എക്സാക്ട്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓരോ ബേബിക്കും ഒരു മിനിറ്റ് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു അളവുണ്ട്. അതായത് ഒരു മിനിറ്റിൽ ബേബി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഉള്ളിലേക്ക് എടുക്കുന്ന ടോട്ടൽ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെങ്കിൽ എയറിൻ്റെ അളവാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രത്തിൽ നമ്മൾ സാധാരണ നോർമൽ ബ്രത്തിൽ ഉള്ളിലേക്ക് എടുക്കുന്ന ഗ്യാസിൻ്റെ അളവിനെ നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയും. അപ്പോൾ ഈ ടൈഡൽ വോളിയം മൾട്ടിപ്ലൈഡ് ബൈ റെസ്പിറേറ്ററി റേറ്റ് ആണ് മിനിറ്റ് വെന്റിലേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ബേബിയുടെ മിനിറ്റ് വെന്റിലേഷൻ സാധാരണഗതിയിൽ ഒരു 500, ബേബിയുടെ വെയിറ്റ് അനുസരിച്ച് മാറും. ഒരു 500 ml മുതൽ 1 ലിറ്റർ വരെയൊക്കെയാണ് സാധാരണഗതിയിൽ കോമൺ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിലും വളരെ കൂടുതലുള്ള ഒരു ഫ്ലോ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഹൈ ഫ്ലോ ഡിവൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ് വെന്റിലേഷനെക്കാട്ടും പേഷ്യൻ്റെ ഇൻസ്പിറേറ്ററി ഫ്ലോ കാട്ടും കുറവാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാവുന്ന അളവിലാണ് നിങ്ങൾ ഫ്ലോ കൊടുക്കണമെങ്കിൽ അതൊരു ലോ ഫ്ലോ ഡിവൈസ് ആയിരിക്കും. ഈ ലോ ഫ്ലോ ഡിവൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലോ കൂട്ടും കുറയ്ക്കുന്നതനുസരിച്ചിട്ട് FiO2 ഡെലിവേർഡ് വേരി ചെയ്യും. അതായത് ഫ്ലോ കൂട്ടുമ്പോൾ കൂടുതൽ FiO2 നിങ്ങൾ കൊടുക്കുന്നത് 100% ഓക്സിജനാണ്, പക്ഷെ കുറച്ച് എയർ മിക്സർ വരും, പേഷ്യൻ്റ് ലെവലിൽ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റ് കൂടുതൽ FiO2 കിട്ടും, ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ കുറവ് FiO2 കിട്ടും. അതിൻ്റെ എക്സാമ്പിൾസ് നോസിൽ പ്രോങ്സ്, ക്യാൻസൽ കാനിലൊക്കെയാണ്. ഹൈ ഫ്ലോ ഡിവൈസസ് നിങ്ങൾ എത്ര % ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് 100 ആണെങ്കിൽ പേഷ്യൻറ്റ് 100 തന്നെ കിട്ടും. ഒബ്വിയസ്ലി കുറച്ച് കൂടുതൽ ഓക്സിജൻ ഫ്ലോ ആവശ്യം വരും. എക്സാമ്പിൾ ഹെഡ് ബോക്സ് ആണ്. ഈ നേസോഫാരിഞ്ചൽ കത്തീറ്റേഴ്സ്, പാർഷ്യൽ ബ്രീത്തിങ് മാസ്ക്, നോൺ റീബ്രീത്തിങ് മാസ്ക്, ഇതൊന്നും ജനറലി നോട്ട് റെക്കമെൻഡഡ് ഇൻ ന്യൂ ബോൺസ്. ഇപ്പോൾ ജനറൽ നമ്മൾ യൂസിന് ഒന്നുകിൽ ഷോർട്ട് ബൈനേസൽ പ്രോങ്സ് അല്ലെങ്കിൽ സാധാരണ നേസൽ പ്രോങ്സ് അല്ലെങ്കിൽ ഹെഡ് ബോക്സ് ആണ് നമ്മൾ ജനറലി റെക്കമെൻഡ് ചെയ്യുക യൂസ് ചെയ്യാം. ഹെഡ് ബോക്സ്, അതിൽ ഫസ്റ്റ് നമ്മൾ ഹെഡ് ബോക്സ് ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്ന പോലെ തന്നെയാണ് ഹെഡിൻ്റെ പുറത്ത് വയ്ക്കുന്ന ഒരു ബോക്സ്, അതിന് ഓക്സിജൻ ഹുഡ്, ഹെഡ് ബോക്സ്, അങ്ങനെ പല പേരിൽ നമുക്ക് പറയാം. സിമ്പിൾ മെത്തേഡാണ്, ചീപ്പാണ്, പ്രിസൈസ് FiO2 കിട്ടും. നിങ്ങൾ എത്രയാണ് ഡെലിവറി ചെയ്യുന്നോ അത്ര ബേബിക്ക് എന്തായാലും കിട്ടും. വെൽ ടോളറേറ്റഡ് ആണ്. ബേബീസ് നേച്ചർ പോങ് മിക്കവാറും ബിഗ് ബേബീസ് ആണെങ്കിൽ ടോളറേറ്റ് ചെയ്യില്ല, കൈകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഹെഡ് ബോക്സ് ഒരുവിധം ബേബീസിലും ടോളറേറ്റ് ചെയ്യും. നോ റിസ്ക് ഓഫ് ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ, അത് കൂടുതൽ എയർ ബേബി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് സ്റ്റൊമക്കിലേക്ക് പോയിട്ട് ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ വരെയുള്ള ചാൻസ് ഒന്നും ഹെഡ് ബോക്സിലില്ല. അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹെഡ് ബോക്സ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പിക്ചറിൽ കണ്ട പോലെ. അത് നിങ്ങൾ ബേബിയുടെ ഹെഡ് മുഴുവൻ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തലയുടെ മുകളിൽ കൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പയർ ചെയ്യുന്ന ബേബീസ്, അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എക്സ്പയർ ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ രണ്ടാമത് ബേബി ബ്രീത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബേബിയുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേഷൻ വരാനുള്ള സാധ്യത ഹെഡ് ബോക്സിലുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കൊടുക്കുന്ന ഫ്ലോ കുറവാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഹെഡ് ബോക്സിലേക്ക് ഒരു ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഇൻലെറ്റ് ഉണ്ടാവും, അതുകൂടെ നിങ്ങൾ ഓക്സിജൻ കൊടുക്കും. ആ ഓക്സിജൻ കൊടുക്കുന്ന റേറ്റ് കുറവാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരാം. ഓക്സിജൻ നമ്മൾ സഫീഷ്യൻറ്റ് റേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പയർഡ് ഗ്യാസിന് അത് കണ്ടിന്യൂസ്ലി വാഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഒരു മിനിമം ഫ്ലോ ആവശ്യമുണ്ട് ഹെഡ് ബോക്സിന്. അത് ജനറലി 3 to 4 times ഓഫ് മിനിറ്റ് വെന്റിലേഷൻ ഓഫ് ദ ബേബിയാണ്. അപ്പോൾ ജനറലി 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ ആണ് മിനിമം ഫ്ലോ ഹെഡ് ബോക്സിൽ ആവശ്യമുള്ളത്. അതിൽ കുറവ് 2 ലിറ്റർ അല്ലെങ്കിൽ അതിൽ താഴെ ഫ്ലോ ഒരിക്കലും ഹെഡ് ബോക്സിൽ കൊടുക്കാൻ പാടില്ല. അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്. ബേബിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ചിലപ്പോൾ ഉണ്ടാകും. അതാണ് ഹെഡ് ബോക്സിൻ്റെ ഒരു കുഴപ്പം. ഈ ഹെഡ് ബോക്സിലും ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര സെറ്റ് ചെയ്യുന്ന അത്ര ഓക്സിജൻ കിട്ടും, പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ അത് ഹെഡ് ബോക്സ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഹെഡ് ബോക്സിൽ ബേബിക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ഓൺ ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 2 ലിറ്റർ ആണെങ്കിൽ ബേബിക്ക് കിട്ടുന്ന FiO2 കുറയും ആൻഡ് CO2 ബേബിക്ക് കൂടും. അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല പറഞ്ഞു. മോർ ദാൻ 3 to 4 ലിറ്റർ മുകളിൽ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ ഇത് മെത്തേഡ് സൈസ് ഓഫ് ഹെഡ് ബോക്സും പൊസിഷൻ ഓഫ് ദി ലിഡാണ്. ലിഡ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് പീസാണ്. ഈ ടൈപ്പ് ഹെഡ് ബോക്സിൽ ഈ പ്ലാസ്റ്റിക് പീസാണ്. അത് നിങ്ങൾക്ക് മുകളിലേക്കും താഴ്ത്തേക്കും അതിന് മുകളിലേക്ക് പൊക്കി വെക്കാനും പറ്റും, താഴ്ത്തി വെക്കാനും പറ്റും. അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ നിയർലി 100% കിട്ടും. അത് മുകളിലേക്ക് വെക്കുന്നതോറും അതിന് ബേബിക്ക് കിട്ടുന്ന FiO2 കുറയും, കാരണം കുറച്ച് എയർ ഇത് കൂടെ കയറും. അപ്പോൾ അത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 60% കിട്ടുള്ളൂ. പാർഷ്യലാണെങ്കിൽ 80% ആയിരിക്കും. കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 100% കിട്ടും. ചില ഹെഡ് ബോക്സ് ഇങ്ങനെയല്ല, സൈഡിൽ 2 ലിഡാണ് ഉണ്ടാവുക. ഈ ഒരു പ്ലാസ്റ്റിക് ലിഡ് ഉണ്ടാവില്ല, ഇവിടെ ഒരു കുറേ കൂടി താഴെ ആയിരിക്കും. സൈഡിൽ 2 ഓപ്പൺ ചെയ്യാൻ ലിഡ് ഉണ്ടായിരിക്കും. അതിലും ഇതുപോലെ തന്നെയാണ്
രണ്ട് സൈഡ് ലിഡുകൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 60% കിട്ടും. ഒരു ലിഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 80% ആവും. രണ്ട് ലിഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിയർലി 90 to 100% FiO2 ബേബിക്ക് കിട്ടും. സെയിം ഇതാണ് കാണിക്കുന്നത്. നിങ്ങളത് ഹെഡ് ബോക്സിന് സൈസും കൊടുക്കുന്ന ഫ്ലോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബേബിക്ക് കിട്ടുന്ന FiO2 അല്ലെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരും. അത് 60% മുതൽ 100% വരെ വേരി ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞു മിനിമം ഫ്ലോ നിങ്ങൾക്ക് എസ്പെഷ്യലി ഒരു സ്മോൾ ഹെഡ് ബോക്സ് ആണെങ്കിൽ ഒരു 4 ലിറ്റർ വേണം. ലാർജ് ഹെഡ് ബോക്സ് ആണെങ്കിൽ വേണമെങ്കിൽ 3 ലിറ്റർ മുതൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജനറലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 4 ലിറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുക ഹെഡ് ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. മാക്സിമം ഫ്ലോ നമുക്കൊരു 10 ലിറ്റർ ആണ് നല്ലത്. കാരണം അതിൽ കൂടുതൽ ഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹിസ്സിങ് നോയ്സ് ഉണ്ടാവും. അത് ബേബിക്ക് ഇറിറ്റൻ്റ് ആണ്. മാത്രമല്ല ബേബിയുടെ ഹെഡ് മുഴുവൻ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഈ കൊടുക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ എയർ കൂൾഡ് ആണ്, അത് നമ്മൾ ഹീറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബിക്ക് ഹൈപ്പോതെർമിയ വരാൻ സാധ്യതയുണ്ട്. മോർ ദാൻ 10 ലിറ്റർ ഹൈ ഫ്ലോസ് ഒക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ലിറ്റർ ടു 10 ലിറ്റർ ഫ്ലോ റേറ്റിലാണ് നമ്മൾ ജനറലി ഹെഡ് ബോക്സ് വർക്ക് ചെയ്യുന്നത്. ഹെഡ് ബോക്സിൻ്റെ കുഴപ്പങ്ങൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലിമിറ്റേഷൻ ഓഫ് മൊബിലിറ്റി. അത് ബേബിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ബേബിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ ഹെഡ് ബോക്സ് കുറച്ച് മാറ്റിയ പൊക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയലൂഷൻ ഓഫ് ഓക്സിജൻ വരും. ഹൈ ഫ്ലോ യൂസ് ചെയ്ത് ഹൈപ്പോതെർമിയ വരും. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു മിനിമം 4 ലിറ്റർ എങ്കിലും കൊടുക്കണം ഫ്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഓക്സിജൻ കൺസപ്ഷൻ കൂടും. ഓക്സിജൻ കൺസപ്ഷൻ ഓഫ് ദ യൂണിറ്റ്, നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഓക്സിജൻ കൺസപ്ഷൻ കൂടും. വേസ്റ്റേജ് കുറേ വരും. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടൊക്കെയാണ് മാനേജ് ചെയ്യണമെങ്കിൽ ഹെഡ് ബോക്സ് ആകുമ്പോൾ ദിവസം 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം ഓക്സിജൻ സിലിണ്ടർ മാറ്റേണ്ടി വരും. നേസൽ പ്രോങ് ആണ് നമ്മൾ അടുത്ത കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജനറലി നമ്മൾ ലോ ഫ്ലോ ആണ് യൂസ് ചെയ്യാം. ന്യൂ ബോൺസിൽ ഒരു 0.5 to 1 ലിറ്ററിലാണ് നമ്മൾ നേസൽ പ്രോങ് ജനറലി യൂസ് ചെയ്യുക. മോർ ദാൻ 1 ലിറ്റർ ന്യൂ ബോൺസ് ജനറലി ഇറിറ്റൻ്റ് ആണ്, നേസൽ ഇഞ്ചുറി വരും. ലെസ് ദാൻ 0.5 ലിറ്റർ സാധനം അതിൽ ആവശ്യം വരാറില്ല. ഈ നേസൽ പ്രോങ്സിൽ നമ്മൾ ജസ്റ്റ് ബേബിയുടെ നേരിസിൻ്റെ അവിടെ അല്ലെങ്കിൽ ഒരു 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ 2-3 മില്ലിമീറ്റർ ഉള്ളിലേക്ക് ഷോർട്ട് ബൈനേസൽ പ്രോങ്സ് ആണ് കോമൺലി യൂസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബേബി ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ആ പ്രോങ്സിലൂടെ വരുന്ന ഓക്സിജൻ ബേബിക്ക് കിട്ടും. ബേബി കുറച്ച് പുറമേയുള്ള റൂം എയർ കൂടി ബേബി ബ്രീത്ത് ചെയ്യും. കാരണം അത് കംപ്ലീറ്റ് എയർ ടൈറ്റ് ഒന്നുമല്ല, കുറച്ച് റൂം എയർ കൂടി ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 100% ഓക്സിജനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തന്നെ ബേബിക്ക് 100% കിട്ടില്ല, കുറച്ച് കുറവായിരിക്കും. ഡെലിവേർഡ് ഓക്സിജൻ ഡിപ്പെൻഡ് ഓൺ നിങ്ങൾ കൊടുക്കുന്ന FiO2, നേസൽ പോങ്ങിൻ്റെ ഫ്ലോ, നേസൽ പോങ്ങിൻ്റെ കാനില സൈസ്, അതായത് ബേബിയുടെ മൂക്കിൻ്റെ ദ്വാരത്തിനെയും കാനില സൈസിനും തമ്മിലായിട്ട് റിലേറ്റീവ് ഡിഫറൻസ്, ബേബിയുടെ ബോഡി വെയിറ്റ്, മിനിറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജനറലി ഒരു 45 to 65% FiO2 മാത്രമേ നേസൽ പോങ് കൂടെ കിട്ടുള്ളൂ. നിങ്ങളൊരു 2-3 ലിറ്റർ ഫ്ലോ കൊടുത്തെങ്കിൽ 65% FiO2 കിട്ടും. ഈ 0.5 to 1 ലിറ്റർ ആണെങ്കിൽ 45 to 50% FiO2 മാത്രമേ ബേബിക്ക് കിട്ടുള്ളൂ. അത് തന്നെ ഇതിലും പറഞ്ഞത്. ഡെലിവേർഡ് FiO2 വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ബേബി വെയിറ്റ് ഓഫ് ദ ബേബി. അതായത് ലാർജർ ബേബീസ് ആകുമ്പോൾ ലോവർ FiO2 ആണ് കിട്ടുക. കാരണം ബേബിയുടെ വെന്റിലേഷൻ കൂടും, ബേബിയുടെ നാരസ് സൈസ് കൂടും, അപ്പോൾ കൂടുതൽ എയർ മിക്സിങ് വരും. അത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മാനുവലി. പിന്നെ ഫോർമുലാസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു കംപ്ലീഷൻ സേക്കിന് കാണിച്ചു തന്നു മാത്രമേ. അഡ്വാൻറ്റേജസ് ഓഫ് നേസൽ പ്രോങ്സ്, അത് ഇറ്റ് എൻഷുവേഴ്സ് എ സ്റ്റേബിൾ ഓക്സിജൻ ഡെലിവറി ഡ്യൂറിങ് ഫീഡിങ് ആൻഡ് KMC. അപ്പോൾ നമ്മൾ ഹെഡ് ബോക്സ് ആണെങ്കിൽ നമുക്ക് KMC കാങ്കറി മദർ കെയർ, KMC അല്ലെങ്കിൽ ഫീഡിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് ഹെഡ് ബോക്സ് മാറ്റേണ്ടി വരും. പക്ഷേ നേസൽ പ്രോങ്ങിൽ അതെല്ലാം വിത്ത് അൺഇൻറ്ററപ്റ്റഡ് ഓക്സിജൻ സപ്ലൈ വെച്ചിട്ട് നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. ഹ്യൂമിഡിഫിക്കേഷൻ ആവശ്യമില്ല, കാരണം ലോ ഫ്ലോ ആണ്. ഗ്യാസ്ട്രിക് ഡിറ്റൻഷൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒന്നുമില്ല. ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ FiO2 ഡെലിവേർഡ് കുറച്ച് അൺറിലയബിൾ ആണ്. അത് 45 to 65% വരെ വേരി ചെയ്യാം. ഒരു 65% മുകളിൽ FiO2 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബേബിക്ക് FiO2 റിക്വയർമെൻറ്റ് കൂടുതലാണ്. ഒരു മോർ ദാൻ 65% FiO2 റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ജനറലി നേസൽ പോങ്ങിൽ അത് ടോളറേറ്റ് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഹെഡ് ബോക്സ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഈ ഒരു പീപ്പ് ജനറേഷൻ എല്ലാ നേസൽ പ്രോങ്സ് അല്ലെങ്കിൽ സെമി ഇൻവേസീവ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റത്തിലുള്ളതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ചില സമയത്ത് അതൊരു ഡിസഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം ഈ പീപ്പ് ജനറേറ്റ് ചെയ്യുന്നതും ഭയങ്കര വേരിയിങ് ആണ്. ബേബിയുടെ ഹെഡ് പൊസിഷൻ, ബേബിയുടെ മൗത്ത് ക്ലോസ് ആണോ ഓപ്പൺ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫ്ലോ എത്രയാണ്, അതിനനുസരിച്ച് പീപ്പ് വളരെ വേരി ചെയ്യും. അതൊരു പീപ്പ് ഒരു 2 സെൻറ്റിമീറ്റർ വാട്ടർ മുതൽ 9 സെൻറ്റിമീറ്റർ വാട്ടർ വരെ വരാം. അപ്പോൾ അതുകൊണ്ട് ഇൻഅഡ്വർട്ടൻ്റ് ആയിട്ട് കൂടുതൽ പീപ്പ് ജനറേറ്റ് ചെയ്യുന്നതും ഒരു വളരെ മിനിമൽ റിസ്ക് ഓഫ് ന്യൂമോത്തറാക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നേസൽ പോങ്ങിൽ തിയററ്റിക്കലി റിസ്ക് ഉണ്ട്. പ്രാക്ടിക്കലി വലിയ കുഴപ്പങ്ങൾ വരാറില്ല.
ഹൈ ഫ്ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നേസൽ ഇഞ്ചുറി വരും. അത് എയർവേയിൽ കുറച്ച് നിങ്ങൾക്ക് എത്ര ലോ ഫ്ലോ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു എയർവേ ഇറിറ്റേഷൻ ഉണ്ടാവാം. അപ്പോൾ മ്യൂക്കസ് ഒബ്സഷൻ വരാനൊക്കെ സാധ്യത ഉണ്ട്. പ്രാക്ടിക്കൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ നേസൽ പ്രോങ് ഫിക്സ് ചെയ്യേണ്ടത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, രണ്ട് നേരിസിൻ്റെ ഉള്ളിലായിരിക്കണം. ഈ ബേബീസിൻ്റെ നേരിസും നേസൽ പ്രോങ്ങും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഒരു മിനിമം 1 to 2 millimeter ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ to conclude between nasal oxygen delivery devices, head box delivers higher and more precise concentration of oxygen. Nasal prong delivers lower and variable concentration of oxygen, but better in terms of mobility, feeding and nursing care. അപ്പോൾ ജനറലി നമ്മൾ എസ്പെഷ്യലി പ്രീ ടൈം ബേബീസ് ആണെങ്കിൽ നേസൽ പ്രോങ്സ് ആണ് പ്രിഫർ ചെയ്യുക. കാരണം അതൊരു പീപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ബിഗ് ബേബീസ് ആണ്, ലാർജർ ന്യൂനേറ്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഹെഡ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മോർ കോമൺലി യൂസ്ഡ് നേസൽ പ്രോങ്സ് ആണ് ഇൻസൈഡ് NICU, അല്ലെങ്കിൽ മോർ പ്രിഫേർഡ് മെത്തേഡ് നേസൽ പ്രോങ്സ് ആണ്. വേറെ മെത്തേഡ്സ് ഉണ്ട്. നേസൽ കത്തീറ്റർ ഒരു മെത്തേഡാണ്. അത് വെച്ചാൽ നിങ്ങൾ ചെറിയ പ്രോങ്സ് അല്ല, നിങ്ങളൊരു 8 ഫ്രൈൻ സൈസ് നേസൽ ഒരു കത്തീറ്റർ, അത് ഈവൺ ഒരു ഫീഡിങ് ട്യൂബ് ആവാം, അത് ബേബിയുടെ നേരിസിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതൊരു 2.5 centimeter ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നേസൽ ഫാരിങ്സ് പോകരുത്, നേസൽ കാവിറ്റിയുടെ അൻഡിൽ തന്നെ ആയിരിക്കും അത്. അപ്പോൾ അതുകൂടെ നമുക്ക് ഓക്സിജൻ കൊടുക്കാം. വലിയ അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ഇൻവേസീവ് ആണ്. അപ്പോൾ നേസൽ ട്രോമൊക്കെ വരാൻ കുറച്ച് സാധ്യത ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ നേസൽ പ്രോങ്സ് ഡിസ്പ്ലേസ് ആവാനുള്ള സാധ്യത കുറച്ച് കുറയും. പക്ഷേ പ്രാക്ടിക്കലി കോമൺലി നമ്മൾ NICയുടെ ഉള്ളിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിസ്ക് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ചില യൂണിറ്റ്സ്, അത് ഓൾഡർ യൂണിറ്റ്സ് ഇപ്പോഴും ട്രാൻസ്പോർട്ട് സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. നേസോ ഫാരിഞ്ചിൽ കത്തിയിട്ട് അതേപോലെ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടി നേസോ ഫാരിങ്സിലായിരിക്കും അതിൻ്റെ ടിപ്പിരിക്കുക. ഇപ്പോൾ നേസൽ ഫാരിങ്സിലാണ് ടിപ്പിരിക്കുക. അറൗണ്ട് 7 centimeter ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ നേസൽ ഇഞ്ചുറി ഉണ്ടാക്കാം, ഡിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ ഉണ്ടാക്കാം, ചോക്കിംഗ് ഉണ്ടാക്കാം, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറലി അതും റെക്കമെൻഡഡ് അല്ല. ഓക്സിജൻ ടെൻറ്റ്, ഇത് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കൊണ്ട് ടെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിജൻ കൊടുക്കുക. എഗെയിൻ റെക്കമെൻഡഡ് അല്ല, കാരണം വളരെയധികം ഓക്സിജൻ വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഹെഡ് ബോക്സ് വളരെ ഇതിനെക്കാട്ടി എത്രയും എളുപ്പമാണ്. ഇൻക്യുബേറ്ററിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ ഓക്സിജൻ കൊടുക്കാൻ പറ്റും. എഗെയിൻ അതും നോട്ട് റെക്കമെൻഡഡ് ആണ്, വേസ്റ്റ് ഓഫ് ഓക്സിജൻ ആണ്. നിങ്ങൾ എപ്പോൾ ഇൻക്യുബേറ്റർ തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ ഓക്സിജൻ കുറേ വേസ്റ്റ് ആയി പോകും. ഇതാണ് നമ്മൾ ഓക്സിജൻ ഡെലിവറി മെത്തേഡ്സ്. പിന്നെ ബേസിക് റിഗാർഡിങ് ഓക്സിജനേഷൻ. രണ്ടാമത് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമാണ്. ലേബർ റൂമിൽ നമ്മൾ റീസസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓക്സിജൻ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എത്ര ഓക്സിജനാണ് കൊടുക്കേണ്ടത്. എല്ലാ ബേബീസ് ടേം അല്ലെങ്കിൽ മോർ ദൻ 35 വീക്ക് ബേബീസ് ആണെങ്കിൽ, ഈവൻ മോർ ദൻ 32 വീക്ക് ബേബീസ് ആണെങ്കിൽ നിങ്ങൾ 21% ഓക്സിജൻ അല്ലെങ്കിൽ റൂം എയർ വെച്ചിട്ടാണ് റീസസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്സിജൻ യൂസ് ചെയ്യാൻ പാടില്ല റീസസ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത്. നമ്മൾ വിചാരിക്കും ഓക്സിജൻ വെച്ച് റീസസ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നു. അങ്ങനെയല്ല, നേരെ തിരിച്ചാണുള്ളത്. ഓക്സിജൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ബേബീസിന് അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർ ദാൻ 32 അല്ലെങ്കിൽ മോർ ദാൻ 35 വീക്സ് എല്ലാ ബേബീസിനും ഓക്സിജൻ 21% ഓക്സിജൻ അല്ലെങ്കിൽ റൂം എയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 1 minute 1.5 minute 90 seconds വരെ നോക്കിയിട്ട് ബേബി ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടി കൊടുക്കാം. 100% വരെ വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. പ്രീ ടൈം ബേബീസിൽ അത്ര ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ ലോവർ കോൺസെൻട്രേഷൻ ഓക്സിജൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 30% കോൺസെൻട്രേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ബേബിയുടെ റെസ്പോൺസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്നതാണ്. ആൾവേസ് നമ്മൾ പ്രീ ഡക്റ്റൽ SpO2, അതായത് റൈറ്റ് അപ്പർ ലിംബ് എല്ലാ സാച്ചുറേഷനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ് NICയിലാണെങ്കിൽ ലേബർ റൂമിലാണ് എപ്പോഴും നമ്മൾ സാച്ചുറേഷൻ പ്രോബ് അറ്റാച്ച് ചെയ്യേണ്ടത് റൈറ്റ് അപ്പർ ലിംബിലാണ്. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ 30% FiO2 നമുക്ക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബ്ലെൻഡർ അല്ലെങ്കിൽ ലേബർ റൂമിൽ അവൈലബിൾ അല്ല. അപ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആംബോ ബാഗ് യൂസ് ചെയ്യില്ലേ, സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ആംബോ ബാഗാണ് സാധാരണ യൂസ് ചെയ്യുക. അതിൻ്റെ റിസർവോയർ ഊരി മാറ്റുക, എന്നിട്ട് ജസ്റ്റ് ഓക്സിജൻ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ടൊരു 1 liter ഫ്ലോയിൽ വയ്ക്കുക. അപ്പോൾ അറൗണ്ട് ഒരു 30 to 40% FiO2 ആണ് ബേബീസിന് കിട്ടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഫ്ലോ കൂട്ടി 2-3 liter ആക്കി കഴിഞ്ഞാൽ FiO2 പിന്നെയും കൂടും. റിസർവോയർ കൂടി വെച്ച് കഴിഞ്ഞാൽ ഏതാണ് 100% ആവും. അങ്ങനെ വളരെ ഇനാക്യുറേറ്റ് മെത്തേഡാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ബ്ലെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ ടൈറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഗെയിൻ നമ്മൾ ബേബീസിന്
നമ്മൾ റീസസ്റ്റേഷൻ സമയത്ത് ഓക്സിജൻ കൊടുക്കുന്ന ഒരു കാരണം വെച്ചാൽ ബേബീസ് കാണുമ്പോൾ ബ്ലൂ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ബേബീസ് സാച്ചുറേഷൻ കുറവായിട്ടിരിക്കും. പക്ഷേ ഫിസിയോളജിക്കലി നോർമലി അങ്ങനെ തന്നെയാണ്. കാരണം ഇൻട്രായൂട്രൈൻ ലൈഫിൽ ബേബിയുടെ സാച്ചുറേഷൻ ഹാർഡ്ലി 50-60% മാത്രമേ SpO2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു നോർമൽ റേഞ്ച് വെച്ചാൽ 1 മിനിറ്റ് സമയത്ത് നിങ്ങൾ സാധാരണ SpO2 സാച്ചുറേഷൻ മോണിറ്റർ അറ്റാച്ച് ചെയ്താലും 60-65 ആണ് നോർമൽ. അത് മെല്ലെ മെല്ലെ കൂടി വരും. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു 80% SpO2 പൾസ് ഓക്സിമീറ്ററിൽ നിങ്ങൾക്ക് കാണണം. അതാണ് നമ്മൾ ടാർഗറ്റ്. ഇങ്ങനെ ഓരോ മിനിറ്റിലും 5 വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 80% മുകളിൽ സാച്ചുറേഷൻ കാണിക്കാൻ മിനിമം 5 മിനിറ്റ് എടുക്കും നോർമലി തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 മിനിറ്റായി ബേബി ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതർവൈസ് ബേബി ആക്റ്റീവ് ആണെങ്കിൽ അതിന് ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റൂം എയർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ റീസസ്റ്റേറ്റ് ചെയ്യാം, ബേബി ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ. പറഞ്ഞ പോലെ പ്രീ ഡക്റ്റിലാണ് സാച്ചുറേഷൻ എപ്പോഴും നോക്കേണ്ടത്. സാച്ചുറേഷൻസ് കുറവാണെങ്കിൽ, റെക്കമെൻഡിനേക്കാളും കുറവാണെങ്കിൽ മാത്രം നമുക്ക് FiO2 കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ ബേബീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ കൂട്ടി കൊടുക്കും. അടുത്ത നമ്മൾ സാച്ചുറേഷൻ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, നമ്മളതിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സാച്ചുറേഷൻ ടാർഗറ്റ് SpO2 ടാർഗറ്റ്സ് പൾസ് ഓക്സിമീറ്ററിൽ കാണുന്നതിൻ്റെ ടാർഗറ്റ്സ് എത്രയാണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഓക്സിജൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും അത് കൂടുതൽ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ ROP റെറ്റിനോപ്പതി പ്രിമച്യൂരിറ്റി ഉണ്ടാവും, ബ്രോങ്കോപൾമണറി ഡിസ്പ്ലേഷ്യ, ലങ് ഇഞ്ചുറി ഉണ്ടാവും, ഓക്സിജൻ സ്റ്റേ കൂടും, വർക്ക് ലോഡ് കൂടും, ലോങ് ടൈം ഔട്ട്കം, CNS ഡാമേജ് ഉണ്ടാവും, PVL ഉണ്ടാവും, അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് തന്നെ വളരെ കുറവ് ഓക്സിജനാണ്, ഹൈപ്പോക്സി ആണെങ്കിൽ കഴിഞ്ഞാലും മോർട്ടാലിറ്റി കൂടും. ഹൈപ്പോക്സിക് ബ്രെയിൻ ഇഞ്ചുറി, NEC, ന്യൂറോക്കൽ ഡാമേജ് അപ്പോഴും വരും. അപ്പോൾ നമുക്കൊരു നോർമൽ റേറ്റ് തന്നെ എപ്പോഴും കൊടുക്കണം. NICUയിലുള്ള എല്ലാ ബേബീസിനും അറ്റ് ബർത്തിൽ അല്ലെങ്കിൽ റീസെഷൻ സമയം കഴിഞ്ഞ ശേഷം എല്ലാ ബേബീസിനും സാച്ചുറേഷൻ ടാർഗറ്റ് 90-95% ആണ് ഇഫ് ദ ബേബി ഈസ് ഓൺ സപ്ലിമെൻ്റൽ ഓക്സിജൻ. അതായത് നിങ്ങൾ പ്രാക്ടിക്കലി ന്യൂ ബോൺ പീരിയഡിൽ NICUവിൽ ഓക്സിജൻ കിട്ടുന്ന എല്ലാ ബേബീസിനും സാച്ചുറേഷൻ ടാർഗറ്റ് 90-95 ആണ്. അപ്പോൾ 90യുടെ താഴെയാണ് SpO2 എങ്കിൽ നിങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂട്ടണം. 95ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ഓക്സിജൻ കുറയ്ക്കണം. ഇത് ടേം ബേബി ആണെങ്കിലും പ്രീ ടൈം ബേബി ആണെങ്കിലും സെയിം ആണ്. ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ കുറേ വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് 90-95 ആണ്. ബേബീസ് റൂം എയറിലാണെങ്കിൽ നോർമൽ സാച്ചുറേഷൻ എന്ന് വെച്ചാൽ 95-100% ആണ്. അതായത് റൂം എയറിൽ ഓക്സിജൻ സപ്ലിമേഷൻ ഇല്ലാതെ ബ്രീത്ത് ചെയ്യുന്ന ബേബിയുടെ നോർമൽ SpO2 95-100 ആണ്. അപ്പോൾ നമ്മൾ 90യുടെ മുകളിലെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ലെസ് ദാൻ 90 ആണെങ്കിലാണ് നമ്മൾ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ജനറലി ചെയ്യാറ്. അതിലൊരു ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതുകൊണ്ട് തന്നെ അലാം ലിമിറ്റ് നമ്മൾ എല്ലാ പൾസ് ഓക്സിമീറ്ററിലും അല്ലെങ്കിൽ മൾട്ടിപാരാമീറ്ററിലും സാച്ചുറേഷൻ അലാംസ് സെറ്റ് ചെയ്യണം. ഈ അലാം ലിമിറ്റ് നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണോ അതിൻ്റെ 1% മുകളിലും താഴെയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ 90-95% ആണ് നിങ്ങൾ ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ അലാം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ലോവർ ലിമിറ്റ് ഒരു 88 അല്ലെങ്കിൽ 89, അപ്പർ ലിമിറ്റ് 96, ഇത്രയെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ബേബി സാച്ചുറേഷൻ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ അലാം ലിമിറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ NICUസിലും. ഹീറ്റിംഗ് ഹ്യൂമിഡിഫിക്കേഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഈ നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എയർ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നേസൽ ഡ്രൈയിങ് ഉണ്ടാവും. നേസൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി പാത്തേജ് മൊത്തം ഡ്രൈ ആവും. ഡ്രൈ ആവുന്ന സമയത്ത് മ്യൂക്കോസ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. മ്യൂക്കോസീലറി ക്ലിയറൻസ് അല്ലെങ്കിൽ ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയും. ബ്രോങ്കോസ്പാസം ഉണ്ടാവാം, ഹീറ്റ് ലോസ് വരും, അപ്പോൾ ഹൈപ്പോതെർമിയ വരാം. അതുകൊണ്ട് തന്നെ മിനിമം ഗ്യാസ് ടെമ്പറേച്ചർ നമ്മൾ നോസ്ട്രൽ ലെവലിൽ കൊടുക്കുന്നത് 33 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ ഇൻറ്റുബേറ്റഡ് ബേബീസ് ആണെങ്കിൽ 37 ഡിഗ്രി തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോമൺലി പറയുന്ന ഓക്സിജനേഷൻ്റെ മെത്തേഡ്സ്, ഓക്സിജൻ ടാർഗറ്റ്സ്, എങ്ങനെയാണ് ഓക്സിജൻ യൂസ് ചെയ്യുക എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ്, സംശയമുള്ളത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. All are welcome to ask as many questions as you need. Okay. Thank you.